14 വയസ്സുള്ള വിദ്യാർത്ഥി തൂങ്ങി മരിച്ച സംഭവത്തിൽ കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ഗോകുൽ വി എസ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഗോകുൽ, സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിനൊരു പരിഹാരം കണ്ടേ ഇതിന് കാരണം എന്താണ് എന്ന് വ്യക്തമായ ഉത്തരം കിട്ടിയതിന് മാത്രമേ പിന്നോട്ടുള്ളൂ എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ നിലപാട്. വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഉപരോധിച്ചുകൊണ്ട് ക്ലാസ്സിൽ കയറാതെ ശക്തമായ പ്രതിഷേധം കുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. വിദ്യാർത്ഥി നേതാക്കളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ SFI പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം? ഈ ടീച്ചർക്കെതിരെ നടപടിയാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? തികച്ചും ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. 14 വയസ്സുള്ള ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും അധ്യാപകരുടെ പെരുമാറ്റത്തിൻ്റെ ഭാഗമായിട്ടോ അധ്യാപകരുടെ ഈ സംസാരത്തിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ആ കുട്ടിക്ക് ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായിട്ടുള്ള കർശന നടപടി എന്തായാലും ഇവിടുത്തെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ SFIയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കുൾപ്പെടെ പരാതി നൽകുന്നതിന് വേണ്ടി തയ്യാറാവും. അവർക്കെതിരെ നടപടി ഉണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം. SFI നേതാക്കളുണ്ട്, അതോടൊപ്പം തന്നെ ABVPയുടെയും KCUടെയും ഒക്കെ നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും കാണാം. നമുക്ക് ഈ പ്രതിഷേധം തുടക്കത്തിൽ വന്നത് വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടുകയും അവർ വലിയൊരു പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയുമാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായി ശക്തമായ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നു. ഇപ്പോൾ മാനേജ്മെന്റ് തലത്തിൽ ഇതിൽ വിഷയത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിങ്ങളവിടെ ചർച്ചയുടെ ഭാഗമായൊക്കെ തുടക്കം ഉണ്ടായതാണ്. അപ്പോൾ എന്താണ് മാനേജ്മെന്റിന്റെ ഭാഗത്ത്? നിലവിൽ മാനേജ്മെന്റ് മുഖം രക്ഷിക്കാനാണ് നോക്കുന്നത്. ഒരു ചെറിയൊരു നടപടി എടുത്തിട്ട് വിദ്യാർത്ഥികളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു നടപടിയാണ് മാനേജ്മെന്റ് തീരുമാനിക്കുന്നത്. വിഷയം നടന്ന് 24 മണിക്കൂറായിട്ടും മാനേജ്മെന്റ് ഇതിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള നടപടിയും വേണ്ട വിധത്തിൽ എടുത്തിട്ടില്ല. അപ്പോൾ ABVPയുടെ ആവശ്യം എന്തെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഇതിന് കുറ്റക്കാരായ അധ്യാപകരെ പുറത്താക്കണമെന്നാണ്. അത് എത്രയും പെട്ടെന്ന് ഇതിന് കുറ്റക്കാരായ അധ്യാപകരെ പുറത്താക്കണമെന്നാണ്. ഈ വിഷയം നടന്ന് 24 മണിക്കൂറായിട്ട് മാനേജ്മെന്റ് യാതൊരു വിധത്തിലുള്ള നടപടി എടുത്തിട്ടില്ല. അത് ഇത്തരത്തിൽ തന്നെ ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ നേതാക്കളും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളൊക്കെ ആരോപിക്കുന്നത്. കുറച്ച് വിദ്യാർത്ഥികളുണ്ട്. നിങ്ങൾക്ക് പലരും പ്രതികരിക്കാൻ തയ്യാറല്ല, കാരണം അവർ എല്ലാം തന്നെ പ്രതിഷേധത്തിലുമാണ്. അപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, സ്കൂളിൻ്റെ മുന്നിൽ വലിയ രീതിയിൽ തന്നെ ഒരു ജനക്കൂട്ടം അല്ലെങ്കിൽ കുട്ടികളുടെ കൂട്ടം ഇവർ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് വരികയാണ്. ഇവർ തുടക്കത്തിൽ ഈ വിദ്യാർത്ഥികൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവർ വലിയ പ്രതിഷേധവുമായി ക്ലാസ്സുകളിൽ കയറാതെ ഇവിടേക്ക് തടിച്ചു കൂടുകയും ക്ലാസ്സിൻ്റെ മുന്നിൽ എത്തി വലിയ രീതിയിൽ പ്രതിഷേധം നടത്തുകയുമായിരുന്നു. അങ്ങനെ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടുകയും തങ്ങൾ പിരിഞ്ഞു പോകില്ല, ക്ലാസ്സിൽ കയറില്ല, തങ്ങൾക്ക് നീതി കിട്ടും വരെ തങ്ങൾ പിരിഞ്ഞു പോകില്ല, ക്ലാസ്സിൽ കയറില്ല എന്നൊക്കെയാണ് സംഭവം ഉണ്ടായതിനു ശേഷം നേരത്തെ ഗോകുൽ തന്നെ പറഞ്ഞ പോലെ വിദ്യാർത്ഥി സംഘടനകളുടെ ആഹ്വാനപ്രകാരമൊന്നുമല്ല. അപ്പോ ഇതുവരെയും ആ വിദ്യാർത്ഥികളോട് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണവും ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണോ? അതായത് ഈ വിഷയം നടക്കുന്നത് മിനിയാന്നാണ്. ഇന്നലെ ക്ലാസ്സിന് അവധിയായിരുന്നു. അതിനുശേഷം ഇന്നാണ് വിദ്യാർത്ഥികളുടെ എത്തിയത്. നമ്മൾ നേരത്തെ കണ്ടത് പ്രിൻസിപ്പാളിൻ്റെ മുറിയിലേക്ക് പ്രതിഷേധം നടത്തുന്ന കുറേ കുട്ടികൾ എത്തുകയും അവർ പ്രിൻസിപ്പാളുമായി സംസാരിക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം വീണ്ടും ഈ വിഷയത്തിലൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ പ്രതിഷേധത്തിൽ നിന്ന് തങ്ങൾ പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അങ്ങനെ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടി ഈ കുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്നവർ മാത്രമല്ല, സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സ്കൂളിൽ നിന്ന് തങ്ങൾ ക്ലാസ്സിൽ കയറണമെങ്കിൽ ഈ അധ്യാപകർക്കെതിരെ നടപടിയെടുക്കണം, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ തങ്ങൾക്ക് ബോധ്യപ്പെടണം എന്നുള്ള കാര്യങ്ങളാണ് ഈ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. ഏതായാലും മാനേജ്മെന്റ് തലത്തിലും അതോടൊപ്പം തന്നെ അധ്യാപകരും ചേർന്നുകൊണ്ടുള്ള യോഗം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ യോഗത്തിൽ സംഘടിതരായി നിന്ന് ഞങ്ങൾക്ക് നീതി വേണമെന്ന മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിക്കുകയാണ് പാലക്കാട് കണ്ണാടി സ്കൂളിലെ വിദ്യാർത്ഥികൾ. തങ്ങളിൽ ഒരാളാണ് നഷ്ടപ്പെട്ടു പോയത്, അതിന് കാരണം എന്താണ്, അതിന് മറുപടി എന്താണ് എന്ന് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് ആ പ്രതിഷേധം തുടരുകയാണ് വിദ്യാർത്ഥികൾ.